ഹലോ കുട്ടികളെ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കമ്പ്യൂട്ടർ സെക്യൂരിറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ വി വിൽ ബി സീയിങ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് സെക്യൂരിറ്റി. അതിൽ തന്നെ സെക്യൂരിറ്റി അറ്റാക്സ് ആണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഫർമേഷൻ സെക്യൂരിറ്റി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 3 ആസ്പെക്റ്റുകളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്നാമത്തത് സെക്യൂരിറ്റി അറ്റാക്ക്, ദെൻ സെക്യൂരിറ്റി മെക്കാനിസം, ദെൻ സെക്യൂരിറ്റി സർവീസ്. ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല ഉദ്ദേശിക്കുന്നത് സെക്യൂരിറ്റി ഓഫ് ഇൻഫർമേഷൻ. അത് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റംസിനകത്തുള്ള ഇൻഫർമേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഫയൽസിനകത്ത് പേപ്പറിലുള്ള ഇൻഫർമേഷൻ ആയിക്കോട്ടെ. ഓക്കെ, ബട്ട് നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റംസിൻ്റെ സെക്യൂരിറ്റി ആണ്. അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മറ്റത് ലെറ്റ്സ് ലീവ് ഇറ്റ് ദെയർ. ഓക്കെ, ലെറ്റ്സ് ജസ്റ്റ് ഫോക്കസ് ഓൺ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി. കമ്പ്യൂട്ടറിനകത്തുള്ള ഇൻഫർമേഷൻ്റെ സെക്യൂരിറ്റി ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് എല്ലാം നെറ്റ്വർക്സുമായിട്ട് കണക്റ്റഡ് ആണ്. സോ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സ്റ്റോറേജിനകത്ത് ചുമ്മാ അങ്ങ് കിടക്കുകയായിരിക്കും, നമ്മുടെ മൊബൈലിനകത്ത് ചുമ്മാ അങ്ങ് കിടക്കുകയായിരിക്കും. ചിലപ്പോൾ നമ്മൾ വാട്സപ്പ് വഴി നമ്മുടെ ഒരു സുഹൃത്തിന് അത് അയക്കുന്ന സമയത്ത് അത് നെറ്റ്വർക്ക് വഴി അങ്ങോട്ടേക്ക് പോകുമ്പോൾ we say that data or information is in transit, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഡേറ്റ. സോ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഡേറ്റ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിക്കോട്ടെ, അതായത് ഡേറ്റ ഇൻ ട്രാൻസിറ്റ് ആണെങ്കിലും ഡേറ്റ ഇൻ റെസ്റ്റ്, സ്റ്റോറേജിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് കിടക്കുവാണ്, റെസ്റ്റ് ചെയ്തിരിക്കുവാണ് ഡേറ്റ എങ്കിൽ അതിനാണെങ്കിലും രണ്ടിനും ബാധകമാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ 3 ആസ്പെക്റ്റുകളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളാണ്: സെക്യൂരിറ്റി അറ്റാക്ക്, സെക്യൂരിറ്റി മെക്കാനിസം, സെക്യൂരിറ്റി സർവീസ് എന്ന് പറയുന്നത്. സെക്യൂരിറ്റി അറ്റാക്ക് എന്ന് പറയുമ്പോൾ അൺഓതറൈസ്ഡ് ആക്സസ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഓപ്പറേഷൻസ് വേണമെങ്കിൽ ഡിസ്ട്രപ്റ്റ് ചെയ്യുക, ഡേറ്റ സ്റ്റീൽ ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫർമേഷൻ മോഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെ ഡാമേജ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിനെ ഡാമേജ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡെലിബ്രേറ്റ് അറ്റംപ്റ്റിനെയാണ് നമ്മൾ സെക്യൂരിറ്റി അറ്റാക്ക് എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ത്രെറ്റ്. ടെക്നോളജിക്കലി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അറ്റാക്ക് ആൻഡ് ത്രെറ്റ്സ് ആർ 2 ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ്. ബട്ട് സ്റ്റിൽ എന്താ പറയുക, നമുക്ക് ജനറലൈസ് ചെയ്ത് വേണമെങ്കിൽ പറയാം, ദ അറ്റാക്ക് ഈസ്, ദ ത്രെറ്റ് ഈസ് നോൺ ആസ് ദ അറ്റാക്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ മെക്കാനിസം ആണ് പിന്നെ ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റി മെക്കാനിസം. ബിഫോർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു വാട്ട് സെക്യൂരിറ്റി സർവീസ് മീൻസ്. സെക്യൂരിറ്റി സർവീസ് എന്ന് പറയുമ്പോൾ ഡേറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, ഡേറ്റ മാത്രമല്ല റിസോഴ്സസ്, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ സിസ്റ്റം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫങ്ഷൻ, അതിനെയാണ് നമ്മൾ സെക്യൂരിറ്റി സർവീസ് എന്ന് പറയുന്നത്. വി ക്യാൻ സേ ദാറ്റ് ദ പ്രൊട്ടക്ഷൻ നീഡഡ്, ലൈക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഒരാൾ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ പിന്ന് അതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് അത് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം, അതും അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. സോ ഈ എന്താ പറയുക, ലൈക്ക് നമ്മൾ ഈ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ റിവീൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ഓതൻറ്റിക്കേഷൻ എന്ന ടേം യൂസ് ചെയ്തിട്ടാണ് നമ്മളത്, ഓതൻറ്റിക്കേഷൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് പേഴ്സൺ തന്നെയാണ് സിസ്റ്റം ആക്സസ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്താണ് ഓതൻറ്റിക്കേഷൻ വഴി. നമ്മുടെ ക്രെഡൻഷ്യൽസ് നമ്മൾ റിവീൽ ചെയ്യാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഡേറ്റയ്ക്ക് ചിലപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി വേണ്ടി വരും, ചിലപ്പോൾ ചില ആക്സസ് കൺട്രോൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും.
ഡേറ്റ അവൈലബിലിറ്റിയിൽ ചില റെസ്ട്രിക്ഷൻസ് വെക്കേണ്ടതായിട്ട് വരും. സോ ഏത് ടൈപ്പ് ഫങ്ഷൻ ആണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് വേണ്ടത് എങ്കിൽ അതാണ് സെക്യൂരിറ്റി സർവീസ് എന്ന് അറിയപ്പെടുന്നത്. ഇതിന് എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. ഓതന്റിക്കേഷൻ, കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, and what we say access control നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? access control, non repudiation, and availability. All these are examples of security services. അതായത് a security service is fundamentally a function provided by a system to protect data and resources against security attacks. Security attacksൽ നിന്നുള്ള പിന്നെ പ്രൊട്ടക്ഷൻ ആണ് സെക്യൂരിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ സെക്യൂരിറ്റി അറ്റാക്സിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഹാക്കിംഗ് ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് കേട്ടോ. ഹാക്കിംഗ് ബേസിക്സ് അറിയില്ല എങ്കിൽ ഹാക്കിംഗ് ഒരു സെക്യൂരിറ്റി അറ്റാക്ക് ആണ്. ഫിഷിംഗ് അനദർ ടൈപ്പ്. ഈ പേരുകൾ പഠിച്ചു വെക്കണം, കാരണം നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരും ടൈപ്സ് ഓഫ് സെക്യൂരിറ്റി അറ്റാക്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റി അറ്റാക്സ് ലിസ്റ്റ് ചെയ്തിട്ട് ചോദിക്കും. ഇതിൽ സെക്യൂരിറ്റി അറ്റാക്ക് അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ ഇതിൽ സെക്യൂരിറ്റി അറ്റാക്ക് ഏതാണ്, അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഫിഷിംഗ് ഒരു എക്സാമ്പിൾ ആണ്. മാൽവെയർ ഒരു എക്സാമ്പിൾ ആണ്. ഡിനയൽ ഓഫ് സർവീസ് അതിന് ഷോർട്ടായിട്ട് നമുക്ക് DOS എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ ഡേറ്റ തെഫ്റ്റ് സെക്യൂരിറ്റി അറ്റാക്ക് ആണ്. നമ്മുടെ ഡേറ്റ മോഷ്ടിക്കുന്നത് സെക്യൂരിറ്റി അറ്റാക്ക് ആണ്. ഓക്കെ, അതായത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റി വയലേറ്റ് ചെയ്യുകയാണ് സെക്യൂരിറ്റി അറ്റാക്ക് ചെയ്യുന്നത് എങ്കിൽ സെക്യൂരിറ്റി സർവീസ് ചെയ്യുന്നത് എന്താണ്? സെക്യൂരിറ്റി അറ്റാക്സിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ പ്രൊട്ടക്ഷൻ നീഡഡ്. ഓക്കെ, ദെൻ കംസ് ദ സെക്യൂരിറ്റി മെക്കാനിസം. ഈ സെക്യൂരിറ്റി മെക്കാനിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓർ ടൂൾ, അല്ലെങ്കിൽ നമുക്കെന്ത് പറയാം, ഓൾസോ വി ക്യാൻ സേ ഇറ്റ്സ് എ ടെക്നിക് യൂസ്ഡ് ടു ഡിറ്റക്ട്. I'm writing down this here. Okay, നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. ഡിറ്റക്ട്, പ്രിവെന്റ് or recover ഫ്രം സെക്യൂരിറ്റി അറ്റാക്സ്. സെക്യൂരിറ്റി അറ്റാക്സ് ഡിറ്റക്ട് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള റിക്കവറി പ്രൊവൈഡ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക്സിനെയാണ് നമ്മൾ സെക്യൂരിറ്റി മെക്കാനിസം എന്ന് പറയുന്നത്. ആൻഡ് ഇത് ആക്ച്വലി ഡിഫൈൻ ചെയ്യുന്ന ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ദ മെത്തേഡ് യൂസ്ഡ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് what we can say it is the how of security. സെക്യൂരിറ്റി എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ സെക്യൂരിറ്റി മെക്കാനിസം കൈകാര്യം ചെയ്യുന്നത്. അതിന് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. എൻക്രിപ്ഷൻ, ഫയർവാൾസ്, authentication systems, digital signatures, then intrusion detection systems, IDS, access control mechanisms. ഇതൊക്കെ തന്നെയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റി മെക്കാനിസംസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ അറ്റാക്ക് എന്ന് പറയുമ്പോൾ ത്രെറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. സർവീസ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊട്ടക്ഷൻ വേണം എന്നുള്ളതാണ് സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് എന്ത് ടൈപ്പ് പ്രൊട്ടക്ഷൻ ആണ് എന്നുള്ളതാണ് സർവീസ് സ്പെസിഫൈ ചെയ്യുന്നത്.
മീൻവൈൽ മെക്കാനിസം എന്ന് പറയുന്നത് ദ മെത്തേഡ് യൂസ് ടു what we say detect, prevent and recover from security attacks. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് അല്ലേ? ടെർമിനോളജീസും അതുപോലെ തന്നെ അതിന്റെ മീനിങ്സും പ്രോപ്പറായിട്ടും മനസ്സിലാക്കി വെക്കുക കേട്ടോ. നൗ നമ്മൾ കുറച്ചുകൂടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഫോക്കസ് ചെയ്യുന്ന സെക്യൂരിറ്റി അറ്റാക്സ് ആണ്. അതിന്ന് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വന്നേക്കാം, അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത്. സെക്യൂരിറ്റി അറ്റാക്ക് എന്ന് പറയുമ്പോൾ any action that compromises the security of information owned by an organization എന്നല്ല, whatever entity who owns it. ഓക്കെ, നമ്മൾ ഓൺ ചെയ്യുന്ന ഇൻഫർമേഷന്റെ സെക്യൂരിറ്റി കോംപ്രമൈസ് ചെയ്യുന്ന ഏതൊരു ആക്ഷനെയും നമുക്ക് സെക്യൂരിറ്റി അറ്റാക്ക് എന്ന് പറയാം. യൂഷ്വലി ത്രെട്ടും അറ്റാക്കും നമുക്ക് വേണമെങ്കിൽ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാം. ത്രെട്ടും അറ്റാക്കും ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാം. To some extent those means the same thing only, but കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. നമ്മൾ ടെക്നിക്കലി അത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ത്രെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ഡേഞ്ചർ ഓർ റിസ്ക് എന്നാണ് പറയാ. പോസിബിൾ ഡേഞ്ചർ അല്ലെങ്കിൽ റിസ്ക് എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. റിസ്ക്. മീൻവൈൽ അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു ഹാംഫുൾ ആക്ഷൻ ആണ്. ഹാംഫുൾ ആക്ഷൻ. സി, ഈ ത്രെട്ട് ഇന്റൻഷണൽ ആവാം, അൺഇൻറ്റൻഷണൽ ആവാം, മലീഷ്യസ് ആവാം, മലീഷ്യസ് ആവാതിരിക്കാം, ഡാമേജ് ഉണ്ടാക്കാം, ഉണ്ടാക്കാതിരിക്കാം. പക്ഷെ അറ്റാക്ക് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഇന്റൻഷണൽ ആണ്, മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അത് മലീഷ്യസ് ആയിരിക്കും, ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. അറ്റാക്സ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഈസിയാണ്. മീൻവൈൽ ത്രെറ്റ്സ് ആർ നോട്ട് ഈസി ടു ഡിറ്റക്ട്. പിന്നെ രണ്ട് തരത്തിലുള്ള അറ്റാക്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിന്റെ പേര് ജസ്റ്റ് പഠിച്ചു വെക്കുക. പാസീവ് അറ്റാക്സ് ഉണ്ട്, അതുപോലെ തന്നെ ആക്റ്റീവ് അറ്റാക്സ് ഉണ്ട്. ഇവിടെ കണ്ടോ, രണ്ട് ജനറിക് ടൈപ്സ് ഓഫ് അറ്റാക്സ്, പാസീവ് അറ്റാക്സ് ആൻഡ് ആക്റ്റീവ് അറ്റാക്സ്. നമുക്ക് ഓരോന്നും എന്താന്നുള്ളത് നോക്കാം. പാസീവ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാല് സിമ്പിൾ ആണ്. രണ്ട് യൂസേഴ്സ് നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആണ്, ബോബും ആലീസും നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആണ്. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മീൻ വൈൽ ഒരു തേർഡ് പാർട്ടി, ഡാർത്ത് എന്ന് പറയുന്ന ഒരു ചങ്ങാതി എന്ത് ചെയ്യാണ്, ബോബ് ആലീസിന് അയക്കുന്ന മെസ്സേജസ് ജസ്റ്റ് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീഡ് കണ്ടന്റ്സ് ഓഫ് മെസ്സേജ് ഫ്രം ബോബ് ടു ആലീസ്. ബോബോ ആലീസോ ഈ കാര്യം അറിയുന്നുണ്ടായിരിക്കില്ല. സോ ദിസ് ഒരു സൈലന്റ് ആയിട്ടുള്ള അറ്റാക്ക് ആണ് പാസീവ് അറ്റാക്ക് എന്ന് പറയുന്നത്. അതായത് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പാർട്ടീസ് ഇതിനെക്കുറിച്ച് അറിയുന്നത് പോലും ഉണ്ടായിരിക്കില്ല. സി, ദീസ് ആർ ഇൻ ദ നേച്ചർ ഓഫ് ഈവ്സ് ഡ്രോപ്പിംഗ്. എന്താ പറയാ, മറ്റുള്ളവർ പറയുന്നത് ഒളിഞ്ഞു കേൾക്കുക, ആ ഒരു ടൈപ്പാണ് ഈ പാസീവ് അറ്റാക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മോണിറ്ററിങ് ആവാം, ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ ഡേറ്റ മോണിറ്റർ ചെയ്യുക. അതിന്റെ ഗോൾ എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് എന്താണ് ഇവരുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. രണ്ട് തരത്തിലുള്ള പാസീവ് അറ്റാക്സ് ആണുള്ളത്. ഒന്ന് റിലീസ് ഓഫ് മെസ്സേജ് കണ്ടന്റ്, സിംപ്ലി മെസ്സേജ് റീഡ് ചെയ്തുകൊണ്ടിരിക്കുക, മെസ്സേജ് കണ്ടന്റ് എന്താന്നുള്ളത് മനസ്സിലാക്കുക. രണ്ട്, ട്രാഫിക് അനാലിസിസ്. ചില കേസസിൽ നമുക്ക് മെസ്സേജ് കണ്ടന്റ് റീഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം മെസ്സേജ് കണ്ടന്റ് ചിലപ്പോൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. പക്ഷേ ട്രാഫിക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ലൈക്ക് എ ടു ബി ആണ് ഒരു നെറ്റ്വർക്കിനകത്ത്, എ ബി സി ഡി 4 ഡിവൈസസ് കണക്റ്റഡ് ആണ്. ഡി എന്ന് പറയുന്നത് നമ്മുടെ ഡാർത്ത് ആണ്, അതായത് വില്ലൻ, ഇങ്ങനെ ഹാക്കറാണ്. എയും ബിയും സിയും എല്ലാവരും നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ചങ്ങാതിക്ക് ഡിക്ക് വേണമെങ്കിൽ ട്രാഫിക് അനലൈസ് ചെയ്യാം, മെസ്സേജ് റീഡ് ചെയ്യാനായിട്ട് പറ്റില്ല. എയും സിയും തമ്മിലാണോ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ എയും ബിയും തമ്മിലാണോ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, അങ്ങനെ ട്രാഫിക് അനലൈസ് ചെയ്യാൻ മാത്രമായിട്ട് സാധിക്കും. Okay, that is a type of passive attack only. So release of message contents, traffic analysis, ഇങ്ങനെ രണ്ട് ടൈപ്പ് പാസീവ് അറ്റാക്സ് ആണ് വരുന്നത്. ഈ ടൈപ്പ് ഓഫ് അറ്റാക്സ് ഒക്കെ ഇവർ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ പേര് മാറ്റി, പക്ഷെ മീനിങ് സെയിം ആയിരിക്കും, പേര് മാറ്റി തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചേക്കാം. നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ,
ലെറ്റ്സ് മൂവ് ടു ആക്റ്റീവ് അറ്റാക്സ്. ആക്റ്റീവ് അറ്റാക്സ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്. ബോബ് ഉണ്ട്, ആലീസ് ഉണ്ട്, രണ്ടുപേരും നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആണ്. ഡാർത്ത് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ബോബ് അയക്കുന്ന മെസ്സേജ് അത് ക്യാപ്ചർ ചെയ്യും. ക്യാപ്ചർ മെസ്സേജ് ഫ്രം ബോബ്. എന്നിട്ട് ബോബ് ആലീസിന് അയക്കുന്ന ആ മെസ്സേജ് ക്യാപ്ചർ ചെയ്തിട്ട് ലേറ്റർ റീപ്ലേ മെസ്സേജ് ടു ആലീസ്. ലേറ്റർ എന്ത് ചെയ്യും? ആലീസിന് ആ മെസ്സേജ് അയക്കും. അപ്പൊ ആലീസ് വിചാരിക്കും ഇത് ബോബാണ് അയക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഈ ഡാർത്തുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അൺനോയിങ്ലി. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ആക്റ്റീവ് അറ്റാക്സ്. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒന്നും നമുക്ക് നോക്കാം. ആക്റ്റീവ് അറ്റാക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻവോൾവ് സം മോഡിഫിക്കേഷൻ or it involves some modification of the data stream or the creation of the fault stream. ചിലപ്പോൾ ഡേറ്റ സ്ട്രീം മോഡിഫൈ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള സ്ട്രീം. ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടത് ഡാർത്ത് എന്ത് ചെയ്യാണ്? റീപ്ലേ ചെയ്യുന്നുണ്ടല്ലോ മെസ്സേജ്. ബോബ് അയച്ച മെസ്സേജ് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അത് ക്യാപ്ചർ ചെയ്ത് വെക്കും. എന്നിട്ട് ബോബ് അയച്ച മെസ്സേജ് ബോബ് ആണെന്ന വ്യാജേന ആലീസിന് അയക്കും. അതാണ് ക്രിയേഷൻ ഓഫ് എ ഫോൾസ് സ്ട്രീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് പ്രിവെന്റ് ചെയ്യുന്നത് കുറച്ച് ടഫ് ആയിരിക്കും. അതാണ് അവരിവിടെ പറഞ്ഞിരിക്കുന്നത്, ഡിഫിക്കൽട്ട് ടു prevent. കാരണം വൈഡ് വെറൈറ്റി ഓഫ് പൊട്ടൻഷ്യൽ ഫിസിക്കൽ സോഫ്റ്റ്വെയർ ആൻഡ് നെറ്റ്വർക്ക് വൾനറബിലിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത് പിന്നെ ബോബ് അല്ല അയക്കുന്നത് എന്നുള്ളത് ആലീസിനെ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്റ്റീവ് അറ്റാക്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മാസ്ക്രേഡ്, റീപ്ലേ, മോഡിഫിക്കേഷൻ ഓഫ് മെസ്സേജ്, ഡിനയൽ ഓഫ് സർവീസ്. ഇതെല്ലാം ആക്റ്റീവ് അറ്റാക്സ് ആണ്. മാസ്ക്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്ക്രൈഡ് പാർട്ടി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഫോറിൻ കൺട്രീസിലൊക്കെ മാസ്ക്രൈഡ് പാർട്ടീസ് കാണും, മാസ്ക് വെച്ചിട്ട് അങ്ങ് പാർട്ടിക്ക് പോകുന്നത്. ഓക്കെ, സോ അതിനകത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാല് വൺ എൻറ്റിറ്റി പ്രിറ്റൻസ് ടു ബി എ ഡിഫറെന്റ് എൻറ്റിറ്റി. ഒരാൾ വേറൊരാളായിട്ട് ഇപ്പൊ എന്താ പറയാ വേറൊരാളായിട്ട് പ്രിറ്റൻഡ് ചെയ്യാം. ഹാലോയിനിലൊക്കെ കോസ്റ്റ്യൂം പാർട്ടി ഒക്കെ ഉണ്ടാവില്ലേ? അതുപോലെ ലൈക്ക് വൈസ് നെറ്റ്വർക്സിൽ എന്ത് ചെയ്യാണ്? ഒരാൾ വേറൊരാളായിട്ട് പ്രിറ്റൻഡ് ചെയ്യാണ്. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യാണ്? പാക്കറ്റ്സ് അയാൾക്ക് പകരം ഡേറ്റ അയക്കുകയാണ്. ഡേറ്റ പാക്കറ്റ്സ് ആയിട്ടായിരിക്കും നെറ്റ്വർക്കിൽ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് ഞാൻ പാക്കറ്റ്സ് എന്ന് എടുത്തു പറഞ്ഞത്. റീപ്ലേ എന്ന് പറയുന്നത് ബോബ് അയച്ചിട്ടുള്ള മെസ്സേജ് ക്യാപ്ചർ ചെയ്തിട്ട് ലേറ്റർ അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ബോബ് ആണെന്ന വ്യാജേന മെസ്സേജ് അയക്കുന്നു. ഇനി മോഡിഫിക്കേഷൻ ഓഫ് മെസ്സേജ് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാൻ, ഓൾട്ടർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഫിസിക്കൽ സോഫ്റ്റ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ടൂൾസ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. സോ മെസ്സേജസ് മോഡിഫൈ ചെയ്തിട്ട് വേണമെങ്കിൽ അയക്കാം. ദെൻ ദർ ഈസ് ഡിനയൽ ഓഫ് സർവീസ്. ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ ഇപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വ്യാജമായിട്ടുള്ള കുറെ സർവീസ് റിക്വസ്റ്റുകൾ അയച്ചിട്ട് അതിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യിക്കുക. അപ്പൊ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള യൂസേഴ്സിന് ആ സർവീസ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഡിനയൽ ഓഫ് സർവീസിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരള PSC പിന്നെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. നമ്മൾ അത് ആക്സസ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നമ്മൾ അത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള യൂസർ ആണ്. നമ്മൾ ആക്സസ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നമുക്കത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഒരു ഫേക്ക് ആയിട്ടുള്ള യൂസർ ഈ കേരള PSCയുടെ സൈറ്റ് ലെജിറ്റിമേറ്റ് യൂസേഴ്സ് ആക്സസ് ചെയ്യരുത് എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് കുറെ അങ്ങോട്ട് ഫേക്ക് ആയിട്ടുള്ള റിക്വസ്റ്റുകൾ അങ്ങോട്ട് അയക്കുമ്പോൾ PSCയുടെ സൈറ്റ് സെർവർ എന്ത് ചെയ്യും? ആ പ്രോസസ്സുകൾ റിസോൾവ് ചെയ്യാനായിട്ട് ഇരിക്കും. അന്നേരം ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റുകൾ വരുന്നത് സോൾവ് ചെയ്യാനായിട്ട് സെർവറിന് സാധിക്കില്ല. അങ്ങനെ സർവീസ് അങ്ങ് മുടക്കി കളയുക എന്നുള്ളതാണ് ഡിനയൽ ഓഫ് സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ഫോർ യു. പാസീവ് അറ്റാക്സും ആക്റ്റീവ് അറ്റാക്സും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് കുറച്ച് ടെർമിനോളജീസ് പഠിക്കാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് പഠിക്കുന്നത്. ഇതിന്റെ ഡിഫറൻസസ് മനസ്സിലാവണം. ഇന്ററപ്ഷൻ, ഇന്റർസെപ്ഷൻ, മോഡിഫിക്കേഷൻ, അങ്ങനെയുള്ള കുറച്ച് ടെർമിനോളജീസ് ആണ്. സോ ഫസ്റ്റ് ഇന്ററപ്ഷൻ. ദിസ് ഇസ് എൻ ആക്റ്റീവ് അറ്റാക്ക് ഓൺലി. അതായത് സർവീസസ് അല്ലെങ്കിൽ ഡേറ്റ ബിക്കം അൺഅവൈലബിൾ. അതാണ് നമ്മൾ ഡിനയൽ ഓഫ് സർവീസിനകത്ത് പറഞ്ഞത്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഇന്ററപ്ഷൻ. സർവീസ് അല്ലെങ്കിൽ ഡേറ്റ ബിക്കം അൺഅവൈലബിൾ. Not only unavailable, we can say that unusable, destroyed, and so on.
ലൈക്ക് ഒരു ഫയല് ലോസ് ആയി പോവുക, ഡിനയൽ ഓഫ് സർവീസ്, അതൊക്കെ അതിനകത്ത് വരുന്ന എക്സാമ്പിൾ ആണ്. നോക്കിക്കേ, ഒരു വയർ ലൈൻ കട്ട് ചെയ്ത് കളയുക, വയർലെസ് സിഗ്നൽസ് ജാം ചെയ്യുക, പാക്കറ്റ്സ് ഡ്രോപ്പ് ചെയ്ത് കളയുക, അതൊക്കെ തന്നെയും ഇന്ററപ്ഷനിലാണ് വരുന്നത്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ വയർ ലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാല് എന്ത് സംഭവിക്കാം? നെറ്റ്വർക്ക് ഡിസ്കണക്റ്റഡ് ആയി. ദാറ്റ് മീൻസ് നോ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഒക്കർഡ് ദർ. സർവീസ് അല്ലെങ്കിൽ ഡേറ്റ ബിക്കംസ് അൺഅവൈലബിൾ ദർ. വയർലെസ് സിഗ്നൽസ് ജാം ചെയ്യുമ്പോൾ ചില പിന്നെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ചില പ്രോഗ്രാംസിനെല്ലാം പോകുമ്പോൾ വയർലെസ് സിഗ്നൽസ് ജാം ചെയ്ത് വെക്കും, സോ ദാറ്റ് നത്തിങ് ക്യാൻ ബി ലീക്ഡ് വയ നെറ്റ്വർക്ക്. പിന്നെ പാക്കറ്റ്സ് ഡ്രോപ്പ് ചെയ്ത് കളയുക, ഡേറ്റ സെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന പാക്കറ്റ്സിനെ അങ്ങ് റിമൂവ് ചെയ്ത് കളയുക. അതുവഴി എന്താണ് ശരിക്കും പ്രോപ്പർ ആയിട്ടുള്ള ഡേറ്റ റിസീവർക്ക് എത്തില്ല. ഓക്കെ, അതാണ് ഇന്ററപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദർ ഈസ് ഇന്റർസെപ്ഷൻ. ഇന്റർസെപ്ഷൻ എന്ന് പറയുമ്പോൾ ഇന്റർസെപ്ഷനും ഡിഫറെൻ്റ് ആണ്. ഇന്റർസെപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആക്സസ് ഗെയിൻ ചെയ്യാണ്, ഒരു ഒബ്ജക്റ്റിലോട്ടുള്ള ആക്സസ് ഗെയിൻ ചെയ്തിട്ട് ഡേറ്റ സ്റ്റീൽ ചെയ്യുക, അതുപോലെ മറ്റുള്ളവരെ കമ്മ്യൂണിക്കേഷൻ ഓവർ ഹിയർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നു. സി, ഇവിടെ 2 യൂസേഴ്സ് ഉണ്ട്. സി, ബോബും സംവൺ എൽസ്, ബോബും ആൻഡ്രിയും ഉണ്ട്. ആൻഡ്രിയും ബോബും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഡാർത്ത് എന്ത് ചെയ്യാണ്? ഡാർത്ത് വയർ ചെയ്തിട്ട് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ഈവ്സ് ഡ്രോപ്പ് ചെയ്യാണ്, ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഇന്റർസെപ്ഷൻ ഓൺലി. ഓക്കെ, നൗ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പിന്നെ ബോബിന്റെയും ആൻഡ്രിയുവിന്റെയും ഇടയിൽ എന്ത് ചെയ്യാണ്? ഡാർത്ത് ഇടയ്ക്ക് കയറി ഇന്റർസെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഈ ബോബ് അയക്കുന്ന ഡേറ്റയെ എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്യാണ്, ഇൻഫർമേഷനെ റീപ്ലേസ് ചെയ്ത് ഡാർക്ക് ഫോർവേഡ്സ് ദാറ്റ് ടു ആൻഡ്രിയു. മോഡിഫിക്കേഷൻ, അൺഓതറൈസ്ഡ് ചേഞ്ചിങ് ഓഫ് ഡേറ്റ ഓർ ടാമ്പറിംഗ് വിത്ത് സർവീസസ്. ഡേറ്റ ഓൾട്ടർ ചെയ്യുക, മെസ്സേജ് മോഡിഫൈ ചെയ്യുക, അതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. മോഡിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഡിഫറൻസസ് മനസ്സിലാവുന്നില്ലേ? ഇന്ററപ്ഷൻ, ഇന്റർസെപ്ഷൻ, മോഡിഫിക്കേഷൻ, ആൻഡ് ദെൻ ദർ ഈസ് ഫാബ്രിക്കേഷൻ. ഫാബ്രിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇംപേഴ്സണേഷൻ എന്നും വേണമെങ്കിൽ അതിന് പറയാം കേട്ടോ. ഇംപേഴ്സണേഷൻ മീൻസ് അഡീഷണൽ ഡേറ്റ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ജനറേറ്റ് ചെയ്യുക വിച്ച് ആർ നോൺ എക്സിസ്റ്റിംഗ്. അതായത് ഒരു സിസ്റ്റത്തിലോട്ടുള്ള പാസ്വേഡ് ആഡ് ചെയ്യുക, നേരത്തെ അയച്ച മെസ്സേജ് റീപ്ലേ ചെയ്യുക, അതൊക്കെ തന്നെയും ഇതിനകത്താണ് പെടുന്നത്. ഫാബ്രിക്കേഷൻ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇംപേഴ്സണേഷൻ. ഓക്കെ, ബോബ് നേരത്തെ അയച്ചിട്ടുള്ള ഒരു മെസ്സേജ് ക്യാപ്ചർ ചെയ്തിട്ട് ആൻഡ്രിയുന് ഡാർത്ത് എന്ത് ചെയ്യുന്നു? ഫോർവേഡ് ചെയ്യുന്നു, റീപ്ലേ ചെയ്യുന്നു. ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് ഫാബ്രിക്കേഷൻ. ഓക്കെ, ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. സോ അറ്റാക്സിനെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത്. നോട്ട് ഓൺലി ദാറ്റ്, നമ്മൾ എന്തും കൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻഫർമേഷൻ സെക്യൂരിറ്റി ആസ്പെക്ട്സും കൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഈ ഒരു പോർഷനിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക്, സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.